ഹായ് അപ്പം ദേ ഇന്ന് ഒരു നിങ്ങൾക്കായിട്ട് പുതിയ ടിപ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. പുട്ട് സാധാരണ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ ഒരു തരി പോലെ കാണുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നത്തില്ല അല്ലേ, ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ദേ അത് തരി ഒട്ടുമില്ലാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിക്കുകയാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ സാധാരണ പുട്ട് കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് അതിൻ്റെ തരികളെല്ലാം കാണുമല്ലോ, അപ്പോൾ അത് കുഴച്ച പുട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഇട്ട ശേഷം ഒരു ചെറിയൊരടി ഒന്ന് അടിച്ച ശേഷം കൊണ്ടുവരുന്ന ദേ കണ്ടോ, ഒട്ടും തരിയില്ലാതെ വിധത്തിൽ നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് മാവ് നല്ല മിക്സ് ചെയ്ത് ഇപ്പം ഞാൻ കാണിച്ചു തരാം വ്യത്യാസം. മറ്റേ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടിനെ, അതായത് കൈകൊണ്ട് കുഴച്ചുണ്ടാക്കുന്നതിനേക്കാളും വളരെ സോഫ്റ്റിൽ നല്ല ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ നമുക്ക് കിട്ടും. പുട്ട് വേഗം തന്നെ നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. ആവിയിൽ വേഗം തന്നെ ആവിയും വരും. എന്താ ഞാനപ്പോൾ മൊത്തത്തിൽ ഞാൻ അങ്ങനെ ചെയ്തെടുത്ത് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കണ്ടോ, സോഫ്റ്റായ പുട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.